നമ്മുടെ ഈ നിതിൻ ഈ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ പോയി പ്രിൻസിപ്പൽ കയർത്തു, മറ്റുള്ള അധ്യാപകരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന് ശേഷം ഈ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം നിതിൻ വിളിച്ചിരുന്നു. കാരണം ഏറ്റവും അവസാനം നിതിൻ സംസാരിക്കുന്നത് പ്രിൻസിപ്പലിൻ്റെ മുറിയിലാണ്. ഞാൻ ഈ സംഭവ സ്ഥലത്ത് പോയ ആളാണ്. ഇതിൻ്റെ ബോഡി കൊണ്ടുവരാൻ വേണ്ടി കണ്ണൂരിൽ പോയ ഒരാളാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയപ്പോൾ അവിടെ ഇങ്ങനൊരു സംഭവം നടന്നതാറ്റെ അവിടുത്തെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധമായ പ്രതിനിധികളും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് പല കുട്ടികളോടും ഇത് അന്വേഷിച്ചപ്പോൾ ഈ റാമെന്ന് പറയുന്ന അധ്യാപകനാണ് ഏറ്റവും കൂടുതൽ പിള്ളേർ പറഞ്ഞത്. അവർ പറഞ്ഞത് ഈ റാം ഇവനെ ജാതി ആണ് ഏറ്റവും വലിയ വിഷയം. അവൻ പട്ടികജാതിയിൽ ജനിച്ചു പോയത്, അതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ കുറ്റം റാമിൻ്റെ ഭാഗത്ത് നിന്ന്. പിന്നെ അവൻ്റെ അച്ഛന് കൂലിപ്പണിയാണ്, പെയിൻറ്റിൻ്റെ പണിയാണ്, അമ്മ തൊഴിലുറപ്പിന് പോകുന്ന പണിയാണ്. ഇതൊക്കെ ഇവന് ആക്ഷേപമാണ്. ഇതുകൊണ്ടാണ് അത് പോയിട്ട് ഇയാൾ ക്ലാസ്സിൽ ഇന്നലെ അവിടുന്ന് 10-30ഓളം കുട്ടികൾ ഇന്നലെയാണ് വന്നത്. ആ കുട്ടികളോട് കൂടി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ ക്ലാസ്സിൽ ഇപ്പോഴും നടന്ന ടെസ്റ്റ് പേപ്പറിൽ ഒന്നാമതായി മാർക്ക് വാങ്ങിയ കുട്ടിയാണ്. അപ്പോൾ ഇത്ര താണ വർഗ്ഗക്കാരനും ഈ കൂലിപ്പണിക്കാരൻ്റെ മകനുമായ ഈ നിതിൻ ഒന്നാമതായി പഠിക്കുന്നതാണ് ഈ റാമിനുണ്ടായ അമർഷം. ആ വൈരാഗ്യമാണ് ഇവൻ ഇവിടെ നികിത പറഞ്ഞതുപോലെ അവനെ കൈയും കാലും വെട്ടിയെടുത്തു അവനെ മർദ്ദിക്കുമെന്നും നീ തുണിയിൽ പൊതിഞ്ഞ് ശവമായിട്ടായിരിക്കും നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതും എന്നാണ്. താങ്കൾ അവിടെ എത്തിയതിനു ശേഷം കണ്ണൂരിൽ ഈ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ പോയതിനു ശേഷം താങ്കൾ ഈ പ്രിൻസിപ്പലിനെ കാണാനോ അല്ലെങ്കിൽ ഡോക്ടർ റാം എവിടെയുണ്ടെന്ന് അന്വേഷിക്കാനോ ഒക്കെ ശ്രമം നടത്തി? പോയി ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ഒരു പൊതുപ്രവർത്തനാണ്, CPM-ന്റെ ഒരു ഉടമലക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആണല്ലേ? പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളായിരുന്നു. ഇപ്പോൾ ഉടമല ബാങ്കിലെ സർവീസ് സഹകരണ ബാങ്കിലെ ഡയറക്ടർ ബോർഡ് അംഗമാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും അവിടെ നിന്നു. അപ്പോൾ ഞാൻ CPM-ന്റെ LC മെമ്പറാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴേ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഒരുപാട് സഹാക്കളെ വിളിച്ചു വരുത്തി. അപ്പോഴേ ഒരു 100-100ഓളം സഹാക്കൾ അവിടെ വന്നു. ഞാൻ ഈ പാർട്ടിയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ധൈര്യം വന്നത്. അപ്പോൾ ഞാൻ ഓരോ സഹാക്കളെ എനിക്ക് ആ പ്രിൻസിപ്പാളെ ഒന്ന് കാണണം. അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ നിലയിലേക്ക് കയറിപ്പോയപ്പോൾ ആ പ്രിൻസിപ്പാൾ ഇങ്ങോട്ട് ഇറങ്ങി വരും. നമുക്ക് പ്രിൻസിപ്പാളെന്ന് എനിക്കറിയാൻ കണ്ടിട്ടില്ല. അപ്പോൾ വേറെ ആൾ നമ്മളെ കൂടെ വന്ന ആൾ ഇയാളാണ് പ്രിൻസിപ്പാൾ. അപ്പോൾ ഞാൻ ഇത് അറിയാത്ത മട്ടിൽ ഞാൻ ചോദിച്ചു, താങ്കൾ? ഞാനാണ് ഇവിടുത്തെ പ്രിൻസിപ്പാൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവം നടന്നത് നിങ്ങൾ അറിഞ്ഞോ എന്നാണ് ഞാൻ അയാളോട് ചോദിച്ചത്. കാരണം നിങ്ങളാരും നമ്മളെ ഇതുവരെ വിളിച്ചറിയിച്ചിട്ടില്ല. ഈ സ്ഥാപനത്തിൽ നിന്ന്, ഈ കോളേജിൽ നിന്ന് ഒരു അധ്യാപകനോ ബന്ധപ്പെട്ട അധികാരികളോ ആരോ ഞങ്ങളെ വിളിച്ചറിയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അയാളോട്, നിങ്ങളിത് ഇവിടെ ഒരു കുട്ടി മരിച്ചത് നിങ്ങൾ അറിഞ്ഞോ? അവൻ്റെ ബന്ധുക്കളാണ് ഞങ്ങൾ. ഇങ്ങനെ പറഞ്ഞാൽ റാമിനെ കാണാനും സംഗീതയെ കാണാനും ഇറക്കി വിടാവനെ റാമിനെ ആദ്യം ഇറക്കി വിടുന്നത് ഇതേ ഭാഷയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ ഇയാൾ പീലാത്തോസിനെ പോലെ ഇയാൾ പറഞ്ഞു, എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല, ഞാൻ 3 മാസമേ ആയിട്ടുള്ളൂ ഞാനിവിടെ വന്നിട്ട്. നിങ്ങൾ പോലീസിനോട് സംസാരിച്ചോ? പോലീസ് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരു പരാതി ഇവിടെ ഞങ്ങൾ തയ്യാറാക്കി കൊണ്ടുപോയി. അയാൾ വന്നില്ലായിരുന്നു. ഇവിടെ ഒപ്പിട്ട് ഞങ്ങൾ കൊണ്ടുപോയി ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പേപ്പർ കൊടുത്തു. പോകുന്നതിനിടയ്ക്ക് തന്നെ 4 പ്രാവശ്യത്തോളം SC ഞങ്ങളെ വിളിച്ചിരുന്നു, നിങ്ങൾ എവിടെ എത്തിയെന്ന്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തു. പിന്നെ പറഞ്ഞു നിങ്ങൾ അവിടെ വരാൻ പറഞ്ഞു, മോർച്ചറിയിൽ വരാൻ പറഞ്ഞു. ഞങ്ങൾ മോർച്ചറിയിൽ ചെന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഇങ്ങനെ മരണം നടന്നതായിട്ടുള്ള ഒരു പ്രതിവിധികളും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇല്ല. അപ്പോൾ ആ ഇൻക്വസ്റ്റ് നടത്തിയ സമയത്ത്, ബോഡി ഇൻക്വസ്റ്റ് നടത്തിയ സമയത്ത് ഞങ്ങളെ നിർത്തി. അവിടുത്തെ പ്രസിഡന്റും വാർഡ് മെമ്പറും ഞങ്ങളെ ബന്ധുക്കളായ ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഞങ്ങളെ കൂടെ നിർത്തി ഫോട്ടോ എടുത്തപ്പോഴേ ഞാനെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു സംശയം എന്നുള്ള ഒരു കൊലപാതകം എന്ന് സംശയിക്കാൻ ഇടയായ ഒരു കാരണം എന്ന് പറയുന്നത് ആ 5 നിലയിൽ നിന്ന് ചാടിയെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ കണ്ടില്ല. അങ്ങനെ വന്നാൽ 5 നിലയിൽ നിന്ന് വന്നാൽ ബോഡി ഇങ്ങനെ കറങ്ങി തലകുത്തനെ വീഴും, തലച്ചോറ് ചിതറാൻ സാധ്യതയുണ്ട്. ഇത്രയും പൊക്കം കിടക്കുന്നതുകൊണ്ട് കൈകാൽ ഒടിയാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ തറയിൽ കരിങ്കല്ല് ഭാഗ്യ തറയിലാണ് വന്ന് വീണത്. അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു മുറിവുകളും അയാളുടെ ശരീരത്തിൽ കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ ഒരു സാധാരണ മരണമല്ലെന്നാണോ താങ്കൾ സംശയിക്കുന്നത്? ഇപ്പോഴും സംശയമുണ്ട്.